യൂത്ത് ലീഗിന്റെ സംസ്ഥാന നേതാവായ പി കെ ഫിറോസിന്റെ സഹോദരൻ ബുജൈറിനെ കഴിഞ്ഞ ദിവസം പോലീസ് പിടികൂടി. ബുജൈറുമായി ബന്ധപ്പെട്ട ഒരു സുഹൃത്ത് ലഹരി മരുന്ന് കേസിൽ പിടിക്കപ്പെട്ടതോടുകൂടി പോലീസ് വാഹന പരിശോധന നടത്തി. അപ്പോഴാണ് ഇയാളെ പിടികൂടിയപ്പോൾ ഇയാൾ പ്രകോപിതനാകുന്നു. ഇയാൾ പോലീസിനെ ആക്രമിക്കുന്ന ഒരു സ്വഭാവം ഉണ്ടാകുന്നു. ഇപ്പോൾ ഇതിന് ശേഷം ബിനീഷ് കൊടിയേരി പോസ്റ്റ് ഇട്ടിരിക്കുന്നു. ഇത്തരത്തിൽ ലഹരി കേസിൽ എൻ്റെ അച്ഛൻ ഒരുപാട് പീഡിപ്പിക്കപ്പെട്ടു, ക്രൂശിക്കപ്പെട്ടു. അങ്ങനെയാണെങ്കിൽ പി കെ ഫിറോസും ഇതിന് സമാനമായ നടപടി നേരിടുമെന്നുള്ള കാരണം യൂത്ത് ലീഗിൻ്റെ നേതാവ് എന്ന നിലയിൽ പി കെ ഫിറോസിനെതിരെ പാണക്കാട് ഹൈദരലി തങ്ങൾ നടപടിയെടുക്കണം. കാരണം അവർ ലഹരിക്കെതിരായിട്ട് നിലകൊള്ളുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി എന്നാണ് അവകാശപ്പെടുന്നത്. അങ്ങനെയൊക്കെ സംഭവിക്കൂടെ? അല്ലേ, രാഷ്ട്രീയത്തിൽ അങ്ങനെയൊക്കെ സംഭവിക്കും എന്ന് എങ്ങനെയാണ് സിനിവജിന് വിചാരിക്കാനായിട്ട് കഴിയുക? ഇതെന്ത് ലോകമാണ് വന്നത്? രാഷ്ട്രീയക്കാരുടെ നേതൃത്വം ഒരു കാരണവശാലും പരിക്കില്ലാതെ കൊണ്ടുപോകാൻ എങ്ങനെ പറ്റും എന്ന ഒരു മെയ്വഴക്കത്തിൻ്റെ വലിയ പരിശീലനം നടക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽപ്പെട്ടവരാണ് ഇവരെല്ലാം. ശരിയാണ്, അന്ന് പി കെ ഫിറോസ് എന്ത് ചെയ്തു? ബിനീഷ് കൊടിയേരിയെയും അതേപോലെ തന്നെ കൊടിയേരി ബാലകൃഷ്ണനെയും വല്ലാത്ത തരത്തിൽ ഉപദ്രവിച്ചു, അവമാനിച്ചു, അപഹസിച്ചു. ഇതൊക്കെ ശരിയാണ്. അത് അന്നത്തെ കാര്യമാണ്. ഇന്ന് കാര്യങ്ങളൊക്കെ മാറി. അന്ന് വളരെ മോശമായിട്ടുള്ള രീതിയിലാണ് ബിനീഷിനെ ഹാൻഡിൽ ചെയ്തത്. ആ ബിനീഷ് അതുകൊണ്ട് ഇന്ന് സ്വാഭാവികമായിട്ടും ഫിറോസിൻ്റെ നേരെ വിരൽ ചൂണ്ടി ചോദിക്കുകയാണ്, ഇപ്പോൾ നിനക്ക് രാജിവെക്കാനായിട്ട് പറ്റുമോ? കാരണം നിൻ്റെ ബന്ധു മയക്കുമരുന്ന് കേസിൽ പിടിപെട്ടിരിക്കുകയാണ് ചെയ്യുന്നത്. ഞാൻ നിരപരാധിയായിരുന്നു. 1 വർഷത്തിലധികം എൻ്റെ ജീവിതത്തിൻ്റെ പത്രികയിൽ നിന്ന് വെട്ടിമാറ്റി. അതിന് പ്രധാനപ്പെട്ട ഉത്തരവാദി എന്ന് പറയുന്നത് പി കെ ഫിറോസാണ്. പി കെ ഫിറോസിൻ്റെ കൂടെ നിന്നവരാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഇന്ന് പി കെ ഫിറോസും കൂട്ടുകാരും യഥാർത്ഥത്തിൽ വിചാരണയ്ക്ക് വിധേയമാകണം എന്നാണ് ബിനീഷ് കൊടിയേരി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്താണ് ധന്യയ്ക്ക് കാര്യത്തിൽ തോന്നുന്നത്? പക്ഷേ ഈ കേസ് നിലനിൽക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് പ്രതിഭ MLA മകനെതിരെ ഇതുപോലൊരു കേസ് വന്നു. അത് വലിയ ചർച്ചയൊക്കെ ആയതാണ്. പിന്നീട് ആ കേസ് പിടിച്ച ആ ഉദ്യോഗസ്ഥനെ തന്നെ സ്ഥലം മാറ്റുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോയി. ഇവിടെയും അന്ന് കൊടിയേരി ബാലകൃഷ്ണന്റെ മകൻ ബിനീഷിന് നേരിട്ട അനുഭവമായിരിക്കില്ല ഒരു പക്ഷേ ഇപ്പോൾ പി കെ ഫിറോസിന്റെ സഹോദരൻ. ചിലപ്പോൾ ഈ കേസ് എന്നെ തേഞ്ഞു മാഞ്ഞു പോകാം, ഇയാളെ ആരെങ്കിലും പെടുത്തിയതാണെന്ന് പറയാം. അല്ലാതെ എന്തുകൊണ്ടായിരിക്കും? കാരണം അന്ന് കൊടിയേരി ബാലകൃഷ്ണന്റെ ഒരു സർക്കാർ, CPM സർക്കാരാണല്ലോ കേരളം ഭരിച്ചുകൊണ്ടിരുന്നിരുന്നത്. പിണറായി വിജയനായിരുന്നു ആ സമയത്ത് മുഖ്യമന്ത്രി. എന്നിട്ടും കൊടിയേരി ബാലകൃഷ്ണനോ അദ്ദേഹത്തിന്റെ മകനോ ആ കാര്യത്തിൽ സംരക്ഷിക്കപ്പെട്ടില്ല. ഇപ്പോഴും ഭരണത്തിലിരിക്കുന്നത് പിണറായി വിജയനാണ് ആണ്. പക്ഷേ എന്തുകൊണ്ടാണ് ധന്യക്ക് ഈ പി കെ ഫിറോസിന്റെ അനുജൻ സംരക്ഷിക്കപ്പെടും എന്ന് തോന്നാൻ കാരണമെന്ന്? വോട്ട് ബാങ്ക് ആയിരിക്കും മാഷെ. മുസ്ലിം ലീഗിനെ കൂടെ നിർത്താനുള്ള ഒരു ശ്രമം ചിലപ്പോൾ അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകാം. അതിന്റെ ഫലമായി ചിലപ്പോൾ ആഭ്യന്തര വകുപ്പ് ഇതൊക്കെ എന്താ പറയുക നിസ്സാരവൽക്കരിക്കാനുള്ള സാധ്യത. പ്രതിഭയുടെ കാര്യത്തിൽ എന്ന് പറഞ്ഞാൽ പ്രതിഭ CPM MLA ആയിരുന്നു. അതെ, അതുകൊണ്ട് അവരുടെ മകന്റെ ഒരു കേസ് വരുന്ന സമയത്ത് സംരക്ഷിക്കാനായിട്ട് അവരിറങ്ങിത്തിരിക്കുക എന്ന് പറയുന്നത് നമ്മൾ സാധാരണ പ്രതീക്ഷിക്കുന്നതാണ്. മുസ്ലിം ലീഗിനെ എന്തിനും അവരെ ഇപ്പൊ സംരക്ഷിക്കണം? അതാണ് എന്റെ ചോദ്യം. അല്ല, ഇപ്പോൾ സ്വാഭാവികമായിട്ട് പറയുന്നത് പി കെ ഫിറോസ് എന്ന് പറയുന്ന നേതാവ് നേരത്തെ ഫേസ്ബുക്കിൽ ഇട്ട ഒരു പോസ്റ്റിങ്ങിനാണ്. അതായത് കേരളത്തിലേക്ക് വൻതോതിൽ ലഹരി മരുന്നിന്റെ ഒഴുക്കുണ്ട്. ഇവിടുത്തെ സംസ്ഥാന സർക്കാർ യാതൊരു നടപടിയും സ്വീകരിക്കുന്നില്ല. എവിടെ നിന്നാണ് ഇത്രയധികം ലഹരി മരുന്ന് വരുന്നത്? ഇത് കണ്ടുപിടിക്കാൻ സംവിധാനമില്ലേ? അങ്ങനെയാണെങ്കിൽ പി കെ ഫിറോസ് ആദ്യം സ്വന്തം കുടുംബത്തിലുള്ള ആളുകളോട് ചോദിക്കണം എവിടെ നിന്നാണ് ഈ ലഹരിയുടെ സ്രോതസ് എന്നുള്ളത്. മാത്രമല്ല പി കെ ഫിറോസും സഹോദരനും തമ്മിൽ സാമ്പത്തിക ഇടപാടുകൾ നടത്തി. ഒരു രാഷ്ട്രീയക്കാരനിലെ പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ അയാൾ നടത്തുന്ന ഇടപാടുകൾ കുറച്ച് സുതാര്യമായിരിക്കണമെന്ന് ജനങ്ങൾ വിചാരിക്കുന്നുണ്ട്. അതുകൊണ്ട് സ്വാഭാവികമായും യൂത്ത് കോൺഗ്രസ്സുകാർ അല്ലെങ്കിൽ മുസ്ലിം ലീഗുകാരൊക്കെ ഇയാളോട് ചോദിച്ചേക്കാം ഇത് എവിടെ നിന്നാണ്. പക്ഷേ ഇവിടെ സംഭവിക്കുന്നത് ബിനീഷ് കൊടിയേരിക്ക് വേണ്ടിയിട്ട് യാതൊരുവിധ സ്റ്റെപ്പ് എടുത്തു വെക്കാൻ കോടിയേരി ബാലകൃഷ്ണൻ എന്ന് പറയുന്ന രാഷ്ട്രീയ നേതാവ് തയ്യാറായില്ല. ആർജവമുള്ള ഒരു രാഷ്ട്രീയക്കാരൻ നമുക്ക് പറയാൻ പറ്റും. കാരണം തെറ്റ് പറ്റിയത് അല്ലെ തെറ്റ് ചെയ്ത് തൻ്റെ മക്കളാണെങ്കിൽ അവർ ഇന്ത്യയിലെ നീതിന്യായ വ്യവസ്ഥകളുമായിട്ട് യോജിച്ച് ഇന്ന് പ്രവർത്തിക്കുക, അല്ലെങ്കിൽ അവരുടെ ചെയ്യുന്ന എന്ത് ശിക്ഷയും അവർ ഏറ്റുവാങ്ങിക്കോട്ടെ, ഞാൻ അതിനകത്ത് ഇടപെടുന്നില്ല. പക്ഷേ പിണറായി വിജയൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രിയുടെ മകൾക്ക് നേരെ ഒരു ആരോപണം ഉണ്ടായപ്പോൾ, ആരോപണം മാത്രം വന്നപ്പോൾ എങ്ങനെയൊക്കെയാണ് മറ്റ് CPM നേതാക്കൾ ആ പെൺകുട്ടിയെ സംരക്ഷിക്കാനായിട്ട് ശ്രമം നടത്തിയത്? അപ്പോൾ വീണ വിജയന്റെ കാര്യത്തിൽ, ബിനീഷ് കൊടിയേരിയുടെ കാര്യത്തിൽ, പി കെ ഫിറോസിന്റെ കാര്യത്തിൽ ഒക്കെ വ്യത്യസ്തമായ നിലപാടുകളാണോ സ്വീകരിക്കേണ്ടത്? അല്ല, പി കെ ഫിറോസിനെ സ്വന്തം പാർട്ടി തന്നെ സംരക്ഷിക്കാനുള്ള നീക്കങ്ങൾ നടത്തില്ല. ഇപ്പൊ പാണക്കാടൊക്കെ രംഗത്തിറങ്ങിയാൽ എന്തായാലും CPM അടിയറവ് പറയും എന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ടല്ലോ. അല്ല, ഇത് നേരത്തെ മുതൽ തന്നെ വലിയ ചർച്ചയായത് ഇരട്ട നീതി എന്ന് പറയുന്ന പ്രയോഗത്താലായിരുന്നു. കാരണം കൊടിയേരി ബാലകൃഷ്ണന്റെ മകന് ഒരു നീതി, അതേപോലെ തന്നെ പിണറായി വിജയന്റെ മകൾക്ക് മറ്റൊരു നീതി. ഇത് CPM-നകത്ത് വലിയ ചർച്ചയാണ്. CPM-നകത്ത് യഥാർത്ഥത്തിൽ വലിയ സംഘർഷത്തിന് പോലും കാരണമാക്കിയാണ്. പക്ഷേ
പഴയതുപോലെ ഇത് ഉയർത്തി മുന്നോട്ട് കൊണ്ടുവരാൻ അതിനകത്തൊരു നേതാവില്ലാത്തതിൻ്റെ ഫലമായിട്ട് അതങ്ങ് കെട്ടടങ്ങിപ്പോയി എന്ന് മാത്രമേ ഉള്ളൂ. കാരണം എല്ലാവർക്കും തോന്നിയൊരു കാര്യമാണ്, എന്തുകൊണ്ടാണ് ബിനീഷ് കോടിയേരിക്ക് അവനെതിരെ എടുത്ത നിലപാട് ഈ വീണക്കെതിരെ പിണറായി വിജയനോ അതുപോലെ CPM എടുക്കാത്തത്? രണ്ടുപേരും മക്കളാണ് ശരിക്കും പറഞ്ഞാൽ. അപ്പം മക്കൾ തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ മക്കളെ ശിക്ഷിക്കട്ടെ എന്ന നിലപാടെടുക്കുന്ന അച്ഛൻ്റെ നിലപാടിനാണ് നമുക്ക് ധാർമ്മിക നിലപാട് എന്ന് പറയാൻ പറ്റുന്നത്. കോടിയേരി അത്തരത്തിൽ തന്നെയാണ് പ്രഖ്യാപിച്ചത്. അവരെൻ്റെ മക്കളാണ്, അവർ കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ ശിക്ഷിക്കട്ടെ, അവർ ശിക്ഷിക്കപ്പെടട്ടെ എന്ന നിലപാടെടുക്കുകയും അങ്ങനെയാണ് യഥാർത്ഥത്തിൽ ഈ ബിനീഷ് കോടിയേരി ഏതാണ്ട് ഒരു കൊല്ലത്തിലധികം ജയിലിൽ കിടക്കും. ഇപ്പോൾ അദ്ദേഹത്തിന് പോസ്റ്റ് വന്നിട്ടുണ്ട്. ആ പോസ്റ്റ് വളരെ നാടകീയമാണ്, വികാരഭരിതമാണ്. എൻ്റെ ഈ ഒരു വർഷക്കാല ജീവിതം എന്ന് പറയുന്നത് വെട്ടി മാറ്റിയത് PK ഫിറോസിനെ പോലുള്ള ആളുകളാണ് എന്നാണ് അദ്ദേഹം പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതെ, അദ്ദേഹം പറയുന്നത് അനൂപ് മുഹമ്മദ് എന്ന വ്യക്തിയെ ലഹരി ഇടപാടിൽ നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ അറസ്റ്റ് ചെയ്തു എന്നാണല്ലോ എനിക്കെതിരായ വേട്ടയുടെ തുടക്കം. ഞാനും അയാളും തമ്മിലുള്ള ബന്ധം നിങ്ങളുടെ ആരോപണ ദിവസം തന്നെ ഞാൻ വ്യക്തമാക്കിയതാണല്ലോ. ഞാനും അയാളും തമ്മിൽ റെസ്റ്റോറന്റ് കച്ചവടത്തിലെ ബന്ധമല്ലാതെ മറ്റൊന്നുമില്ല എന്ന് നിങ്ങളുടെ പാർട്ടിയിലെ തന്നെ പലരും നിങ്ങളോട് സൂചിപ്പിച്ചു കാണുമല്ലോ. എന്നിട്ടും നിങ്ങൾ എന്തിന് എന്നെ വേട്ടയാടി? പല ഘട്ടങ്ങളിലായി നിക്ഷേപം എന്ന രീതിയിൽ ബാങ്ക് വഴി അനൂപ് മുഹമ്മദിന് ഞാൻ നൽകി എന്നത് സത്യം, പണം നൽകി എന്നത് സത്യം. ഹോട്ടലിന്റെ വാടക, ജീവനക്കാരുടെ ശമ്പളം എന്നീ ഇനങ്ങളിലാണ് അതൊന്നും ഈ തുക എനിക്ക് ഇതുവരെ മടക്കി കിട്ടിയിട്ടില്ല എന്നും വ്യക്തമായ ബോധ്യമുണ്ടായിരിക്കുമല്ലോ. താങ്കളുടെ സഹോദരൻ ഉൾപ്പെട്ട കേസിന്റെ വിശദീകരണം എന്നോണം താങ്കൾ പറയുന്ന ബൈറ്റ് ഞാൻ കാണാനിടയായി. താങ്കളും സഹോദരൻ 2 വ്യക്തികളാണെന്ന്. എന്തേ ഈ ന്യായം എന്റെ കാര്യത്തിൽ ഉണ്ടായില്ലേ? ഞാൻ 2015 മുതൽ റെസ്റ്റോറന്റ് ബിസിനസിന് വേണ്ടി കടമായി കൊടുത്ത പണം 2020 ലഹരി ഇടപാടിന് ഉപയോഗിച്ചു എന്നാണല്ലോ EDയുടെ കേസ്. അനൂപിന്റെ ബാങ്ക് ട്രാൻസാക്ഷൻ നോക്കിയപ്പോൾ നിരവധി പേരുടെ കൂട്ടത്തിൽ എന്റെ പേരും ഉണ്ടായിരുന്നു. വർഷങ്ങൾക്ക് മുൻപ് സതുദ്ദേശത്തോടെ കടം കൊടുത്ത പണം വർഷങ്ങൾക്ക് ശേഷം മറ്റൊരാൾ നിയമവിരുദ്ധമായി ഇടപാട് ഉപയോഗിക്കുമെന്നറിയാൻ എനിക്ക് ജ്ഞാനദൃഷ്ടിയില്ലായിരുന്നു. അത് ഇതുവരെ തെളിഞ്ഞില്ല എങ്കിൽ പോലും ഞാൻ മയക്കുമരുന്ന് ഏതെങ്കിലും കാലത്ത് ഉപയോഗിച്ചോ എന്നറിയാൻ എന്റെ രക്തം, നഖം, മുടി ഇതെല്ലാം ശേഖരിച്ച് പരിശോധിച്ചു. ശ്രീ പിണറായി വിജയൻ പോലീസ് അല്ല പരിശോധിച്ചത്, രാജ്യത്തെ പ്രീമിയർ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി, രാജ്യത്തെ ഏറ്റവും ഉന്നതമായ ലാബിൽ കൊണ്ടുപോയി പരിശോധിച്ചു. ബിനീഷ് മയക്കുമരുന്ന് ഉപയോഗിച്ചിട്ടില്ല എന്നിട്ടും എന്നെ 8 മാസം പിന്നെയും ജയിലിൽ കിടത്തി. മയക്കുമരുന്ന് കേസിൽ ഞാൻ പ്രതിയല്ല. അതേ ഞാൻ ഈ കുറ്റകൃത്യത്തിന് വേണ്ടി കള്ളപ്പണം ശേഖരിച്ച കേസിൽ എങ്ങനെ പ്രതിയാകും? പ്രസിഡന്റ്സ് ഓഫീസിൽ പ്രതിയല്ലാത്ത എന്റെ പേരിൽ ചാർജ് നിലനിൽക്കില്ല എന്ന സംഘപരിവാർ ആയതിനാൽ നയിക്കപ്പെടുന്ന EDക്ക് അറിയാം. എന്നിട്ടും എന്നെ കേസിൽ കൊടുക്കാൻ ED നടത്തിയ ശ്രമം ഓർമ്മയില്ലേ? ഉന്നതതല സമ്മർദ്ദം ഉണ്ടായിട്ടും എന്നെ ആദ്യം അറസ്റ്റ് ചെയ്യാൻ കൂട്ടാക്കാതിരുന്ന ഉദ്യോഗസ്ഥനെ മാറ്റി മറ്റൊരു ജോയിന്റ് ഡയറക്ടറെ നിയോഗിച്ചു. ചാർജ് എടുക്കുന്ന അന്നേ ദിവസം തന്നെ എന്നെ അറസ്റ്റ് ചെയ്തു. പണം കൈമാറ്റം ചെയ്തതിന് രേഖയില്ലെന്ന് വ്യക്തമായതോടെ കൃത്രിമ തെളിവുണ്ടാക്കാനായിരുന്നു EDയുടെ ശ്രമം. മരുതൻകുഴിയിലെ എന്റെ വീട്ടിൽ അനൂപ് മുഹമ്മദിന്റെ ക്രെഡിറ്റ് കാർഡ് ED ഉദ്യോഗസ്ഥർ കൊണ്ടുവച്ചു. ഇവർ കാർഡ് കൊണ്ടുവയ്ക്കുന്നത് എന്റെ ഭാര്യ കണ്ട് ബഹളം വെച്ചതോടെ ആ നീക്കം പൊളിഞ്ഞു. വീട്ടിൽ നിന്ന് അത് കണ്ടെടുത്തു എന്ന രേഖയിൽ ഒപ്പിട്ട് നൽകാൻ ഭാര്യ വിസമ്മതിച്ചതോടെ എന്റെ ഭാര്യയെയും ഭാര്യ മാതാവിനെയും അറസ്റ്റ് ചെയ്ത് കൂട്ടുപ്രതിയാക്കും എന്ന് ED ഉദ്യോഗസ്ഥർ ഭീഷണിപ്പെടുത്തി. ഇങ്ങനെ പോകുന്നു അദ്ദേഹത്തിന്റെ പോസ്റ്റ്. ഇവിടെ നിന്ന് നിൽക്കുന്നില്ല. പക്ഷേ ശരിയാണ്, അദ്ദേഹം അനുഭവിച്ച കാര്യങ്ങൾ മുഴുവൻ അദ്ദേഹം വാക്കുകളിലൂടെ അത് പ്രതിഫലിപ്പിക്കാൻ അല്ലെങ്കിൽ അത് മറ്റുള്ളവരെ അറിയിക്കാൻ ശ്രമിക്കുന്ന ഒരു ശ്രമം കൂടിയായി നമ്മൾ ഇതിനെ കാണേണ്ടതാണ് എന്നുള്ളതാണ്. എന്തായാലും PK ഫിറോസിന് അതിന് എന്ത് സംഭവിക്കാനാണ് മാഷെ സാധ്യത? അല്ല, ഇപ്പോഴത്തെ നിലവിലുള്ള ഒരു രാഷ്ട്രീയ സാഹചര്യം വെച്ച് പരിശോധിക്കുമ്പോൾ ഈ PK ബുജേർ എന്ന് പറയുന്നതായിട്ടുള്ള പ്രതി, അയാൾ പോലീസിനെ ആക്രമിക്കുക വരെ ചെയ്തു. അത് സാധാരണ മയക്കുമരുന്ന് സംഘത്തിൽപ്പെട്ട ആളുകളുടെ ഒരു ശീലമാണ്. അവർ പോലീസ് പരിശോധിക്കുക, അവരെ അറസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുക ചെയ്താൽ അവർ ആക്രമിക്കും. അതതിൻ്റെ ഒരു ഭാഗമായിട്ട് വരുന്ന. പക്ഷേ അയാളുടെ കയ്യിൽ നിന്ന് മയക്കുമരുന്ന് ഒന്നും അപ്പോൾ പിടിക്കപ്പെട്ടില്ല എന്നുള്ളതിൻ്റെ പേരിൽ നാളെ വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഇത് നേരത്തെ തന്നെ സൂചിപ്പിച്ചതുപോലെ തേഞ്ഞ് മാഞ്ഞ് ഇതിനെ നമ്മളെ ഭൂതക്കണ്ണടി വെച്ച് പോയാലും കാണാൻ പറ്റാത്ത വിധത്തിലേക്ക് മാറാം. നമ്മുടെ രാഷ്ട്രീയ സാഹചര്യവും അതിൻ്റെ സമ്മർദ്ദവും അതിൻ്റെ ഇടപെടലുകളൊക്കെ അതിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.